ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ നമ്മൾ പുതിയ സീരീസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്ന BFA ആയാലും LD ക്ലർക്ക് ആയാലും UP സ്കൂൾ എക്സാം ആയാലും മുൻവർഷ ചോദ്യപേപ്പറുകൾ നോക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി, നമാമി ഗംഗ. നമാമി ഗംഗ എന്നതാണ് ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേര്. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ ബി, യുണൈറ്റഡ് കിങ്ഡം. UK വെച്ചിട്ടാണ് 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ എ, കുഴങ്ങൾ. കുഴങ്ങൾ എന്ന സിനിമയ്ക്കാണ് 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ഓപ്ഷൻ സി, പോൾ സക്കറിയ. പോൾ സക്കറിയയ്ക്കാണ് 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ഓപ്ഷൻ ബി, നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. അടുത്ത ചോദ്യം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഓപ്ഷൻ സി, AN-225 മരിയ. AN-225 മരിയയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി ഓപ്ഷൻ ബി, PR ശ്രീജേഷ്. PR ശ്രീജേഷിനാണ് 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. നിലവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആണെങ്കിൽ ഷാനിമോൾ ഉസ്മാനാണ്. അടുത്ത ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ ഡി, ഖത്തർ. ഖത്തറിൽ വെച്ചിട്ടാണ് 2022 ഫിഫ വേൾഡ് കപ്പ് ആതിഥേയം വഹിച്ചത്. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ അനിൽകുമാറാണ്. അനിൽകുമാറാണ് നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ അനിൽകുമാർ. അടുത്തത്, കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, മലബാർ തീരസമതലം. മലബാർ തീരസമതലം എന്ന പേരിലാണ് കേരളത്തിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഓപ്ഷൻ എ, ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. അടുത്ത ചോദ്യം, വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഓപ്ഷൻ ബി, ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഓപ്ഷൻ ഡി, മാന്നാർ കടലിടുക്ക്. മാന്നാർ കടലിടുക്കാണ് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന
സമുദ്രഭാഗം. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി കൊല്ലം കോട്ടപ്പുറം. കൊല്ലം കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം കോഴിക്കോടാണ് ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു ഓപ്ഷൻ ബി തോറിയം. തോറിയമാണ് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഓപ്ഷൻ ഡി മുംബൈ ഹൈ. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അടുത്ത ചോദ്യം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഓപ്ഷൻ ഡി പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയിലാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഓപ്ഷൻ സി തുമ്പ. തുമ്പയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഓപ്ഷൻ ബി ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവല്? ഓപ്ഷൻ ഡി ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തതാണ് വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം. 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഓപ്ഷൻ എ 52 സെക്കൻഡാണ്. 52 സെക്കൻഡ് കൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കാൻ എടുക്കേണ്ട സമയപരിധി. ദേശീയ ഗീതമാണെങ്കിൽ 65 സെക്കൻഡാണ്. ദേശീയ ഗാനമാണെങ്കിൽ 52 സെക്കൻഡാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ സി 42ാം ഭേദഗതി. 42ാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ 1976 മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. 10 മൗലിക ചുമതലകളാണ് 42ാം ഭേദഗതി പ്രകാരം 1976 ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഇതില് ഓപ്ഷൻ ബി ആണ്. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശമാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുത്താത്തത്. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ്.
21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ 86-ാം ഭേദഗതി. 86-ാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പ് നൽകിയത്. ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി സ്വത്തവകാശം. സ്വത്തവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് സ്വത്തവകാശത്തെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്തത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതു വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ബി 32-ാം വകുപ്പ്. 32-ാം വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? ഓപ്ഷൻ ഡി 2005. 2005-ലാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ആദ്യ പ്രസ്താവന തന്നെ എന്താണ്? തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവനയാണ് എന്ത്? തെറ്റായിട്ട് വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ രംഗനാഥ മിശ്രയാണ്. അത് ശരിയാണ്. അപ്പോൾ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അതും ശരിയാണ്. അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. അതും ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഓപ്ഷൻ സി 22 ജൂലൈ 1947. 1947 ജൂലൈ 22-നാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ഓപ്ഷൻ എ പഴശ്ശിരാജയാണ്. പഴശ്ശിരാജനെയാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും പറയപ്പെടുന്നത്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ
കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. ഓപ്ഷൻ സി ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷനാണ് കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. തരിസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്. തരിസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ എ അയ്യനടികൾ തിരുവടികൾ. അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതിബായി. റാണി ഗൗരി പാർവതിബായി ആണ് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. അടുത്ത ചോദ്യം, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഓപ്ഷൻ എ ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. ഏത് വർഷമാണ് ചോദിച്ചാൽ 1847 രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിനെയാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി. ഓപ്ഷൻ ബി ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം 1792. അടുത്ത ചോദ്യം, കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ സി ബി ടി ഭട്ടതിരിപ്പാട്. ബി ടി ഭട്ടതിരിപ്പാടിന്റെ ഗ്രന്ഥമാണ് കണ്ണീരും കിനാവും. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഓപ്ഷൻ ബി 1891. 1891 മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത്. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ ബോണിന്റെ ജന്മസ്ഥലം. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ ബോണിന്റെ ജന്മസ്ഥലം ഓപ്ഷൻ സി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലാണ് ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ ബോണിന്റെ ജന്മസ്ഥലം. അടുത്ത ചോദ്യം, പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഓപ്ഷൻ ബി ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസിനെയാണ് പിങ് പോങ് എന്നറിയപ്പെടുന്നത്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ഓപ്ഷൻ എ ധ്യാൻചന്ദ്. ധ്യാൻചന്ദാണ് ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി വയനാട്. വയനാട് ജില്ലയിലാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഓപ്ഷൻ ബി സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം. അടുത്ത ചോദ്യം, കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഓപ്ഷൻ സി വട്ടെഴുത്ത് ലിഖിതം. വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ് കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഓപ്ഷൻ ഡി മൂലമറ്റം. മൂലമറ്റമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി. പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഓപ്ഷൻ ബി പെരിയാർ. പെരിയാർ നദീനെയാണ് പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ടത്. 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി കടൽ തീരം. കടൽ തീരത്തിനെയാണ് നെയ്തൽ എന്ന തിണ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു?
ഓപ്ഷൻ എ ഉമണർ. ഉമണർ എന്നാണ് സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ അറിയപ്പെട്ടിരുന്നത്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ ബി ബെൽഗാം. ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ചത്. വർഷം 1924. അടുത്ത ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഓപ്ഷൻ സി ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഓപ്ഷൻ സി ദാമിൻ ഇ കോഹ്. ദാമിൻ ഇ കോഹ് എന്ന ഭൂമിയിലാണ് സാന്താളർ അധിവസിച്ചിരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഓപ്ഷൻ ബി പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ഓപ്ഷൻ ബി വില്യം ബെന്റിക് പ്രഭു. വില്യം ബെന്റിക് പ്രഭുവാണ് സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ഇനാമല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമല്. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 8 8 ഉളിപ്പല്ലുകളാണ് സാധാരണ മനുഷ്യന്റെ വായിൽ ഉള്ളത്. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ ഡി ജീവകം സി. ജീവകം സി എന്ന വിറ്റാമിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് ഓപ്ഷൻ ഡി സുഹൃതം. സുഹൃതത്തിന്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ്. അപ്പോൾ സുഹൃതം കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാത്ത പകരുന്ന രോഗങ്ങൾ ഏവ? കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കുഷ്ഠം കൊതുകു മുഖേന അല്ലാത്ത രോഗമാണ്. കോളറയും കൊതുകു മുഖേന അല്ലാത്ത രോഗമാണ്. മലമ്പനിയും അതുപോലെ തന്നെ മന്തക്ക് എന്താണ്?
കൊതുക് മുഖേന പരത്തുന്ന രോഗങ്ങളാണ്. അപ്പൊ കൊതുക് മുഖേന പരത്താത്ത രോഗങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കുഷ്ഠവും കോളറയുമാണ്. 1ഉം 3ഉമാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? ഓപ്ഷൻ സി 78%. 78% നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. തെങ്ങെന്ന് പറയുന്ന സസ്യത്തിന്റെ സങ്കരവർഗമാണ് ചന്ദ്രശങ്കര. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ മാർച്ച് 21. മാർച്ച് 21 ആണ് ലോക വനദിനം. അടുത്ത ചോദ്യം, ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ജോൺ ഡാൾട്ടൻ ആണ്. ജോൺ ഡാൾട്ടന്റെയാണ് ആധുനിക ആറ്റം സിദ്ധാന്തം. സിങ്കിന്റെ അയിര് ഏത്? സിങ്കിന്റെ അയിര് ഏത്? ഓപ്ഷൻ ഡി കലാമിൻ. കലാമിനാണ് സിങ്കിന്റെ അയിര്. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഓപ്ഷൻ എ ഹീലിയം. ഹീലിയം എന്ന ഉത്കൃഷ്ടവാതകമാണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നത്. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ ബി ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന മൂലകമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആണ് വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ദൂരം എന്നാൽ വേഗത ഇൻറ്റു സമയമാണ്. അത് ശരിയാണ്. കാരണം വേഗത പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. അപ്പോൾ ആ ഒരു പ്രസ്താവനയും ശരി, നമ്മുടെ ബി എന്ന് പറയുന്ന ഓപ്ഷനും ശരിയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് എ ഓപ്ഷനിൽ കിട്ടും. ദൂരം സമം വേഗത ഇൻറ്റു സമയമാണ്. ഇനി അതേപോലെ സമയമാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദൂരം ബൈ വേഗതയാണ്. അതും ശരിയാണ്. എന്നാൽ വേഗതയെ ദൂരം ഇൻറ്റു സമയം നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞത്. അടുത്തത്, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ജൂള്. ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്? ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്? ഓപ്ഷൻ ഡി ISRO. ISRO എന്നതാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ചോദ്യം, ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം സ്മോൾ എഫും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം എന്താണ്? ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം സ്മോൾ എഫും പവർ സ്മോൾ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം എന്താണ്? അത് ഓപ്ഷൻ എ ആണ്. പവർ എപ്പോഴും ഫോക്കസിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. 1/f ആയിരിക്കും എപ്പോഴും എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത് എപ്പോഴും ഫോക്കസ് ദൂരത്തിന്റെ
റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പോൾ P = 1/f ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ 80 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.